നൈറ്റിൽ യാക്കോബായ വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് കോതമംഗലം പുളിന്താനം പള്ളിയിൽ കോടതി വിധി നടപ്പാക്കാനാകാതെ പോലീസ് മടങ്ങി. പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്നായിരുന്നു കോടതി വിധി. തഹസിൽദാരുടെ നേതൃത്വത്തിൽ അന്വയ നീക്കം നടന്നെങ്കിലും വിശ്വാസികൾ പ്രതിഷേധം ശക്തമാക്കിയതോടെ ഉദ്യോഗസ്ഥർ മടങ്ങുകയായിരുന്നു. ഗേറ്റ് താഴിട്ട് പൂട്ടി പള്ളിക്കകത്ത് മുദ്രാവാക്യം മുഴക്കി യാക്കോബായ വിശ്വാസികൾ. മറുവശത്ത് തമ്പടിച്ച് പോലീസ് സന്നാഹം. മൂവാറ്റുപുഴ തഹസിൽദാർ KM ജോസ്കുട്ടിയുടെ നേതൃത്വത്തിൽ അനുനയ നീക്കം നടന്നെങ്കിലും പ്രതിഷേധം ശക്തമായതോടെ പോലീസ് സംഘം മടങ്ങി. നീതി നിഷേധത്തിനെതിരെ പ്രതിരോധം തീർക്കുമെന്ന് യാക്കോബായ സഭാ ട്രസ്റ്റി ഫാദർ റോയ് ജോർജ് കട്ടച്ചിറ. ഇടവകാംഗങ്ങൾ അവരുടെ കഠിനാധ്വാനത്തിൽ പണി കഴിപ്പിച്ച പള്ളികൾ ഇത്തരത്തിൽ അവരെ പുറത്താക്കാൻ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. അപ്പോൾ കോടതി വിധിക്ക് അതുകൊണ്ട് ഞങ്ങൾ എതിരല്ല. വിശ്വാസികളെ പുറത്താക്കാൻ ഒരു കോടതിയും പറയാത്തിടത്തോളം ഞങ്ങളെ എന്തിനാണ് പുറത്താക്കുന്നത്? ഈ ഇടവകാംഗങ്ങൾ എന്തിനാണ് പറയുന്നത്? 300-ലധികം കുടുംബങ്ങൾ അവരുടെ പൂർവികർ പണി കഴിപ്പിച്ച പള്ളിയും സെമിത്തേരിയും അത് സംരക്ഷിക്കുകയും അവരുടെ വിശ്വാസ ആചാരപ്രകാരമുള്ള കർമ്മങ്ങൾ നടത്താനുമാണ് ഈ പള്ളി പണി കഴിപ്പിച്ചത്. അതിന് വിരുദ്ധമായിട്ടുള്ളവരാണ് ഇവിടെ ഇപ്പോൾ കോടതി വിധിയുടെ പേരിൽ പ്രവേശിക്കാൻ വരുന്നത്. അതിനെയാണ് ഇടവകാംഗങ്ങൾ എതിർക്കുന്നത്. എറണാകുളം ജില്ലയിലെ പുളിന്താനം, ഓടക്കാലി, മഴുവന്നൂർ പള്ളികളും തൃശൂർ, കൊല്ലം ജില്ലകളിലെ 3 പള്ളികളും ഉടൻ ഏറ്റെടുക്കണമെന്നായിരുന്നു കോടതി നിർദ്ദേശം. വിധി നടപ്പാക്കാത്തതിനാൽ കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. തിങ്കളാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.